CPM സമ്മേളനങ്ങളിൽ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് ഇപ്പോഴത്തെ സമ്മേളനങ്ങൾ ഉണ്ടായത്. മുമ്പ് പലപ്പോഴും സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ വിമർശനങ്ങളും പ്രതിനിധികൾ ചില അഭിപ്രായങ്ങൾ പറയുകയും ചിലപ്പോഴൊക്കെ ചില സമ്മേളനങ്ങളിൽ ഈ മത്സരങ്ങൾ നടത്തുകയും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനും നേരത്തെ മത്സരങ്ങൾ നടക്കുകയും ചെയ്യുമായിരുന്നു. വളരെ ചെറിയ രീതിയിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാനതാണ് പറഞ്ഞത്, നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു സമാനതകളില്ലാത്ത വല്ലാത്ത ഒരു സമ്മേളനങ്ങളാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനം മുതൽ ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനങ്ങൾ വരെ കണ്ടത്. ഇപ്പോൾ അട്ടപ്പാടിയിലെ ഏരിയ സമ്മേളനം നടക്കാൻ പോവുകയാണ്. 10ഉം 11ഉം തീയതികളിലാണ് അട്ടപ്പാടി CPM ഏരിയ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായി അവിടെ സേവ് CPM ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന രംഗത്ത് വന്നിരിക്കുന്നു. അവർ അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, നേതാക്കളെ മുഴുവൻ വിമർശിച്ചുകൊണ്ടുള്ള നോട്ടീസും പുറത്തിറക്കിയിരിക്കുന്നു എന്നാണ്. മുൻ മന്ത്രി AK ബാലനാണ് അട്ടപ്പാടിയിലെ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അടുത്ത ദിവസം. പക്ഷേ അതിനു മുമ്പ് തന്നെ അവിടെ തീപ്പൊരികൾ ഉയർന്നു കഴിഞ്ഞു, ഉരുൾപൊട്ടലുകൾ പാർട്ടിക്കകത്ത് ഉണ്ടായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സേവ് CPM ഫോറം എന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട്ട് സേവ് CPI ഫോറം നിലവിൽ വന്നു. അതുപോലെ CPMന്റെ തന്നെ ഒരു പ്രത്യേക സമിതി, അവിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രത്യേക ഒരു പാരലൽ സമിതി ഉണ്ടായി പല സ്ഥലങ്ങളിലും. അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, ഞാൻ ആദ്യം പറഞ്ഞു, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി പല സ്ഥലങ്ങളിലും അതിശക്തമായ അഭിപ്രായ ഭിന്നതയാണ്. അഭിപ്രായ പ്രകടനം എന്ന പേരിൽ വന്നിരിക്കുന്നത് അഭിപ്രായ ഭിന്നതയാണ്. പാർട്ടിയിൽ പ്രതിനിധികൾക്ക് അഭിപ്രായം പറയാനുള്ള സമ്മേളനത്തിൽ റിപ്പോർട്ടിന്മേൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് അതിരുവിട്ട തരത്തിൽ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ, കേഡർ പാർട്ടി എന്ന് പറയുന്ന സംഘടനയുടെ അതിരുകൾ കടരുന്ന തരത്തിൽ, അതായത് അവരുടെ ഉരുക്ക് മതിലുകൾ തകരുന്ന തരത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ആണ് പുറത്തു വന്നത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് വേണം സംസ്ഥാന സമ്മേളനത്തിലെത്താൻ. എന്തായാലും അട്ടപ്പാടി ഏരിയ സമ്മേളനത്തിൽ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ആ നോട്ടീസ് നേതാക്കന്മാർ മുഴുവനും ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരാണ്. പണമുണ്ടാക്കലും കൈക്കൂലി വാങ്ങലും അതുപോലെ ഈ പിൻവാതിൽ നിയമനം നടത്താനും ബന്ധു നിയമനങ്ങൾ നടത്താനും വേണ്ടി മാത്രമാണ് പാർട്ടിയെ കൊണ്ട് നടക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. പാർട്ടി തകർന്നിരിക്കുന്നു, ഈ പാർട്ടിയെ രക്ഷിക്കാൻ ആര് വരും, അതുകൊണ്ടാണ് ഞങ്ങൾ സേവ് CPM ഫോറം എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. എന്താണ് അവരുടെ നോട്ടീസിലെ ചില വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. അതായത്, പാർട്ടിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ആണ്. പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും റിയൽ എസ്റ്റേറ്റുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. ഭൂമിയുടെ കയ്യിൽ വീണ്ടും പാർട്ടി, ഇത്തരക്കാരുടെ ഭൂമാഫിയക്കാരുടെ കയ്യിൽ വീണ്ടും പാർട്ടി നേതൃത്വം ഏൽപ്പിക്കണമോ? ചോദ്യം 1. ചിലർ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വിലയിരുത്തൽ പറയുന്നുണ്ട്. ഏരിയ സെക്രട്ടറി പെൺ വിഷയവുമായി ബന്ധപ്പെട്ട ആളാണ്. ഏരിയ സെക്രട്ടറിയെ കുറിച്ചാണ് ആദ്യത്തെ വിലയിരുത്തുന്നത്. ചില ഏരിയ സെക്രട്ടറിമാരെ കുറിച്ച് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ്, പെൺ വിഷയവുമായി ബന്ധപ്പെട്ട ആളാണ്. ഇവിടെ ഈ നോട്ടീസിൽ ഓരോ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും പേരെടുത്തു പറഞ്ഞാണ് ഓരോരുത്തരെ കുറിച്ചും അവരുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ചിരിക്കുന്ന നോട്ടീസിൽ. ആദ്യം ഏരിയ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, പെൺ വിഷയത്തിൽ ഇയാൾ വലിയ കുഴപ്പമാണ്, ഒരു സ്ഥലത്ത് നടന്ന പെൺ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ മറന്നിട്ടില്ലോ എന്നാണ്. പിന്നെ ഏരിയ സെൻറ്ററിൽ ഉള്ള ഒരു നേതാവ് VK റെജിംസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച്, അത് കഴിഞ്ഞ് ജോസ് പനേക്കാമറ്റം എന്ന് പറയുന്ന ആളിനെ കുറിച്ച്, അയാളെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞാൽ മറ്റേ ആളിനെ കുറിച്ച് വളരെ വലിയ ഒരു പാരഗ്രാഫാണ്. അയാൾ പാർട്ടിയിൽ നടത്തുന്ന അഴിമതിയെക്കുറിച്ചും കൈക്കൂലി വാങ്ങലിനെ കുറിച്ചും അതുപോലെ സ്വജനപക്ഷപാതത്തിനെ കുറിച്ചും പാർട്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമൊക്കെ വളരെ വലിയൊരു പാരഗ്രാഫാണ് ആ നേതാവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ വരുന്നത് ജോസ് പനയ്ക്കമറ്റം എന്ന് പറയുന്ന ആളിനോട്, കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തിയാണ് ഇയാള്, പാർട്ടിയിൽ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു, മുക്കാലിയിൽ പാർട്ടിയെ നശിപ്പിച്ചു, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ വെട്ടിമാറ്റി തൻ്റെ സ്ഥാനം
ഭദ്രമാക്കാൻ 2-3 പദവികളിലൂടെ ചുക്കാൻ പിടിക്കുന്നു എന്നാണ് അയാളെക്കുറിച്ച് പറയുന്നത്. അടുത്ത് വരുന്നത് ഒരു ബഷീർ എന്ന് പറയുന്നതാണ്. പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്. ഭൂമാഫിയയുടെ തലവനായി ഇയാൾ പ്രവർത്തിക്കുന്നു. ഭൂമി ഇടപാടിൽ പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ കേസുകൾ നടന്നിട്ടുണ്ട്. പാർട്ടിയെ നയിക്കാൻ അർഹത ഇയാൾക്ക് ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അടുത്ത് വരുന്നത് ശ്രീലക്ഷ്മി ശശികുമാർ. പഞ്ചായത്ത് ഭരണത്തിൽ അഴിമതിയുടെ ചുക്കാൻ പിടിക്കുന്നു. സ്ത്രീ എന്ന നില മറക്കുന്നു. വന്ന വഴിയൊന്നും വിലയിരുത്തണം. പിന്നെ അനീഷ്, അടുത്തത് അനീഷ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഷോളയൂർ ലോക്കൽ സെക്രട്ടറിയാണ്. പാർട്ടിയിൽ പ്രവർത്തനം പരിശോധിക്കുന്നുണ്ടോ? അശാന്താരിൽ പാർട്ടിക്കാരെ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ച് വളരെ താല്പര്യത്തോടെ റിയൽ എസ്റ്റേറ്റുകാരുടെ കൂടെ നിൽക്കുന്നു. DYFI അട്ടപ്പാടിയിൽ നശിപ്പിച്ചു ഇയാൾ. പിന്നെ ഷാജൻ ബാങ്ക് പ്രസിഡന്റ് പദവിയിൽ തുടരുന്നത് കൊണ്ട് ഇയാൾ തൻ്റെ കുടുംബത്തെ മുഴുവൻ രക്ഷപ്പെടുത്തി നശിപ്പിക്കുന്നതിലേക്ക്, പാർട്ടി നശിപ്പിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു ഇയാൾ. പിന്നെ ഉള്ളത് ഇങ്ങനെ ഇവരുടെ മൊത്തം ഇങ്ങനെ പാർട്ടിയെ നയിക്കുന്ന ഇവരുടെ യോഗ്യത പാർട്ടി മാനദണ്ഡങ്ങൾ പ്രകാരം പരിശോധിക്കേണ്ടതുണ്ട്. വീണ്ടും ഇത്തരത്തിൽ ഭൂമാഫിയുടെ കയ്യിൽ പാർട്ടി എത്തിക്കാതിരിക്കാൻ സഖാക്കളെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. അട്ടപ്പാടിയിലെ CPM-നെ ഈ മാഫിയയുടെ കയ്യിൽ നിന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ കൈകളിൽ എത്തിക്കണം. അട്ടപ്പാടിയിലെ CPM ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലക്കെട്ടിൽ അട്ടപ്പാടിയിൽ CPIM തകരുന്നു എന്ന ഒരു കുറ്റപത്രമാണ് ഇവർ ഈ ഓരോ നേതാക്കന്മാർക്കും നോട്ടീസിൻ്റെ പേര് പോലും തലക്കെട്ട് പോലും കുറ്റപത്രം എന്നാണ്. ഞാനത് കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ക്ലിയർ ആയിട്ട്. എന്തായാലും ഇതൊന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ആശയം മനസ്സിലായി കാണും. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒരു പെൺ വിഷയക്കാരനാണ്. അയാളുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. അത് കഴിഞ്ഞ് ഓരോരോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ ചില പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെയും ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും കുറിച്ചാണ് അവരുടെ അഴിമതിയും അവരുടെ സുജനപക്ഷപാതവും അവർ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും മാഫിയകളുമായിട്ട് ബന്ധപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഈ നോട്ടീസിൽ പറയുന്നത്. അതുകൊണ്ട് സഹാക്കളെ നമുക്ക് ഈ ഏരിയ സമ്മേളനം കഴിയുമെങ്കിലും ഈ പാർട്ടിയെ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണം, പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്ന് പറഞ്ഞാണ് സേവ് CPM ഫോറം എന്ന പേരിൽ നോട്ടീസ് അടിച്ചിരിക്കുന്നത്. എന്തായാലും AK ബാലൻ ഉദ്ഘാടനം ചെയ്യുന്ന അട്ടപ്പാടി സമ്മേളനം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത 2 ദിവസമായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. നമുക്ക് കാണാം അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കും. ഈ നോട്ടീസ് സമ്മേളനത്തിൽ യാതൊരു ചലനവും സൃഷ്ടിക്കുമോ സൃഷ്ടിക്കില്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.